ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘ ഉണ്ണി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ്, വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് മടിക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ സിറംസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ സിറംസ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന മാർക്കറ്റിലൊക്കെ ഇപ്പം അത്യാവശ്യം ഓൺലൈനായിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് സിറംസ് എന്ന് പറയുന്നത്. പണ്ടൊന്നും ഈ സിറംസ് എന്ന് പറയുന്നത് അത്ര പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം സിറംസ് എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആണ്. ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ടും ഷോപ്സിൽ നിന്നും ഒക്കെ സിറംസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സിറംസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ സിറംസ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സിറം യൂസ് ചെയ്തു പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ എഫക്റ്റ് അല്ല കിട്ടിയിട്ടുള്ളത്. പിമ്പിൾസ് വന്നു, അല്ലെങ്കിൽ സിറം വാങ്ങി യൂസ് ചെയ്ത സമയത്ത് ഫേസ് ഡൾ ആവുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ സിറംസ് യൂസ് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫേസ്, നല്ല ബ്രൈറ്റൻ ആയിട്ട് സ്കിന്നൊക്കെ ഒന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിറംസ് യൂസ് ചെയ്യുക. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സിറം വാങ്ങി യൂസ് ചെയ്തു പക്ഷെ മുഖത്ത് ഫുള്ള് പിമ്പിൾസ് വന്നു എന്നുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിറം അല്ല യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ മാർക്കറ്റിലൊക്കെ അത് നല്ലതാണ് ഇത് നല്ലതാണെന്നൊക്കെ, ഈ സിറം യൂസ് ചെയ്താൽ നല്ലതാണെന്നൊക്കെ കേൾക്കുമ്പോൾ നേരെ പോയി ആ സിറം വാങ്ങും. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന്റെ കൺസേൺ എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് വേണ്ട സിറം ഏതാണോ അത് നോക്കിയിട്ട് വാങ്ങാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സ്കിൻ കൺസേൺസിനനുസരിച്ചിട്ട് വേണം നമ്മൾ സിറംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പലർക്കും പല സ്കിൻ കൺസേൺസ് ആയിരിക്കും. ചിലവർക്ക് ഫേസ് ഡൾ ആയിട്ടുണ്ടായിരിക്കും, അതിനുവേണ്ടി ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാനുള്ള സിറായിരിക്കും വേണ്ടത്. ഇപ്പൊ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടോ, പിമ്പിൾസ് വന്നിട്ട് ഡാർക്ക് സ്പോട്സ് ഇതൊക്കെ കാരണം അത് മാറ്റാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള സിറം തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സിറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് കിട്ടത്തില്ല. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സിറംസ് ഉണ്ട്, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സിറംസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് സിറം യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സിറം എന്ന് പറയുന്നത് വൈറ്റമിൻ സി സിറത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ വൈറ്റമിൻ സി സിറം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്രൈറ്റൻ ആക്കുക, സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിറം എന്നുള്ള രീതിക്കാണ്. അതിന് തന്നെയാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡൾ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രൈറ്റൻ ആക്കാനും, അതുപോലെ അൺഈവൻ ആയിട്ട് കിടക്കുക. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല ഡിസ്കളറേഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫേസിൽ. ചിലപ്പോൾ കവളിന്റെ ഭാഗത്ത് നല്ല നിറം ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ചുണ്ടിന് ചുറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും, അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും അങ്ങനെ ഒരു ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് നമ്മുടെ ഫേസിൽ തന്നെ പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പിഗ്മെന്റേഷൻസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ ഈവൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വൈറ്റമിൻ സി സിറംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സണ്ണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്കിന്നിന് ഒരുപാട് പൊല്യൂഷൻസ്, ഡസ്റ്റ് ഇതുമൂലമൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ റാഡിക്കൽ ഡാമേജ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ സി സിറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. പക്ഷെ മെയിൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു തെറ്റാണ് ആദ്യം തന്നെ പോയിട്ട് ഭയങ്കര കോൺസെൻട്രേഷൻ ഉള്ള വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ വൈറ്റമിൻ സി സിറം എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 10%, 8 to 10% ഉള്ളിൽ വരുന്ന വൈറ്റമിൻ സി സിറം അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ ഉള്ളത് മാത്രം ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങാം. മാക്സിമം ഒരു 10% വരെ മതി നമുക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യേണ്ടത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വാങ്ങുന്ന ബോട്ടിൽ ഉണ്ടാവും, നിങ്ങൾക്ക് മോർണിംഗ് യൂസ് ചെയ്യാം, നൈറ്റ് യൂസ് ചെയ്യാം, 2 ടൈമിലായിട്ട് യൂസ് ചെയ്യാമെന്ന്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം പൊതുവെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് നൈറ്റിൽ യൂസ് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളതാണ്. കാരണം വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് നടക്കുന്നത് മെലാനിനിലാണ്. മെലാനിൻ റിഡക്ഷൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്ലോ തരുന്നത്. അപ്പം നമ്മൾ ഈ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്തിട്ട് പുറത്തോട്ട് സണ്ണിലോട്ട് നേരെ എക്സ്പോസ്ഡ് ആവണം. അത് നിങ്ങളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നേരിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നിന് നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ബ്രൈറ്റൻ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് ഡൾ ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിൽ യൂസ് ചെയ്യായിരിക്കും വൈറ്റമിൻ സിറം എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു വൈറ്റമിൻ സി സിറം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം ഉണ്ട്. അടിപൊളി വൈറ്റമിൻ സി സിറമാണ്, അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതാണ് ഒരു സിറം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമാക്കോൻ്റെ വൈറ്റമിൻ സി സിറം ഉണ്ട്, പക്ഷെ അത് കുറച്ച് തിക്കാണ് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് അബ്സോർബ് ചെയ്ത് റിസൾട്ട് അങ്ങ് തരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും അതും കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. പിന്നെ വരുന്നത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം. അപ്പോൾ ഈ ഡീകൺസ്ട്രക്റ്റ്, മിനിമലിസ്റ്റ് ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറംസ്. നെക്സ്റ്റ് ഒരു
പോപ്പുലർ ആയിട്ടുള്ള സിറാണ് ഹൈലറോണിക് ആസിഡ് സിറം. ഈ ഹൈലറോണിക് ആസിഡ് സിറം എന്ന് പറയുന്നത്, ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ സ്കിന്നിൽ ഒരു ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിറം അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിലൊക്കെ ഓൾറെഡി, നമ്മുടെ ഫേസിലാവട്ടെ നമ്മുടെ സ്കിന്നിലാവട്ടെ ഓൾറെഡി എന്തുണ്ടാവും? ജലാംശം, അതായത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അത് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അതിന് കുറവൊക്കെ ഉണ്ടാവും. ചിലവരുടെ സ്കിന്നിന് ഭയങ്കര ഡ്രൈ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റ് ഭയങ്കര കുറവായിരിക്കും. അതായത് ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാൻ ഒരു ഇതുണ്ടാവും നമ്മുടെ സ്കിന്നിന്, അത് കുറവായിരിക്കും ചിലവരുടെ സ്കിന്നിന്. ചിലരുടെ സ്കിന്നിന് നോർമലായിട്ട് ഉണ്ടാവും. പക്ഷേ ഈ ഹൈലറോണിക് ആസിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലറോണിക് ആസിഡ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനൊരു ഹൈഡ്രേഷൻ കുറച്ച് വേണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലംപി ആയിട്ട്, നമ്മുടെ സ്കിന്ന് എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആവുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്ന് നല്ല സപ്പിളായിട്ട് നല്ല പ്ലംപി ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് സിറംസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പലരും ചെയ്യുന്ന തെറ്റാണ് ഹൈലറോണിക് ആസിഡ് സിറം നേരിട്ടിട്ട് നമ്മുടെ ഫേസിലോട്ട് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആക്കണം. കാരണം നമ്മൾ ഏതൊരു സിറം യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നീറ്റ് ആയിട്ടുള്ള ഫേസിലോട്ട് വേണം അപ്ലൈ ചെയ്യാൻ. പ്രത്യേകിച്ച് ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യുമ്പോൾ ഫേസ് നല്ല ക്ലീൻ ആക്കിയിട്ട് ആ ഒരു വെള്ളത്തിന്റെ നനവ് ഉണ്ടാവില്ല, നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള വെള്ളത്തിന്റെ നനവ്, ആ ചെറിയ നനവോടൊക്കെ വേണം നമ്മൾ ഫേസിൽ ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് അടിച്ചമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെയിറ്റ് ചെയ്യുക, ഒരു 30 seconds to 1 minute ഒക്കെ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് അത്യാവശ്യം ആ ഒരു സിറം, ഹൈലറോണിക് ആസിഡ് സിറം നമ്മുടെ ഫേസിലോട്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഹാൻഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങളുടെ ഫേസിൽ ആ ഒരു സിറം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ആ രീതിക്കാണ് നിങ്ങൾ ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഹൈലറോണിക് ആസിഡ് സിറം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിന്നിലൊന്ന് ലോക്ക് ചെയ്യാൻ, ആ ഒരു സിറം നിങ്ങളുടെ സ്കിന്നിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് ഈ സിറത്തിന്റെ കോൺസെൻട്രേഷൻ വരുന്നത് 1%, 2% ഒക്കെയാണ്. അപ്പോൾ ഒരു 2% ഹൈലറോണിക് ആസിഡ് സിറം ഒക്കെ മതി നമ്മുടെ സ്കിന്നിന്, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറമാണ് ഹൈലറോണിക് ആസിഡ് സിറം എന്ന് പറയുന്നത്. ഭയങ്കര ഇറിറ്റേഷൻസും കാര്യമൊന്നും ഇതുവരെ ആ സിറം യൂസ് ചെയ്തിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എങ്കിൽ പോലും ഓരോരുത്തർ സ്കിൻ ടൈപ്പ് ഡിഫറെന്റ് ആണ്, അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നെക്സ്റ്റ് സിറമാണ് നിയാസിനമൈഡ് സിറം. നിയാസിനമൈഡ് സിറം എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്ന് എന്താ പറയുക, അതായത് ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാനും നല്ല പ്ലംപി ആക്കി വെക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നിയാസിനമൈഡ് സിറംസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഏജിങ്, നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഏജ് ആയിട്ട് തോന്നുക, അതൊക്കെ ഒന്ന് മാറ്റി ആന്റി ഏജിങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വലിയ ആക്നേസ് വന്നു പോയിട്ടുള്ള പാടുകൾ അല്ലെങ്കിൽ ആക്നേസ് ഉണ്ടെങ്കിൽ, കുരുക്കൾ, നമ്മുടെ ഫേസ് ഫുള്ള് കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ പതിയെ പതിയെ മാറ്റാൻ വേണ്ടിയിട്ടും. പിന്നെ പോസ്, വലിയ വലിയ കുഴികൾ ഉണ്ടാവും ചിലവരുടെ സ്കിന്നിൽ. നമുക്ക് നോർമലി എല്ലാ സ്കിന്നിലും പോസ് ഉണ്ടാവും, പക്ഷെ നല്ല വലിയ പോസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ അത്ര നല്ലതല്ല. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് നമ്മൾ നിയാസിനമൈഡ് സിറംസ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സ്കിന്നിനെ എന്താക്കുന്നത്, ഒന്ന് ബ്രൈറ്റൻ ആക്കാനും ഒന്ന് ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഒരു പ്ലംപി ലുക്കൊക്കെ നമ്മുടെ സ്കിന്നിന് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നിയാസിനമൈഡ് സിറം. ഈ ഒരു സിറത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്നേസ് ഉണ്ട്, നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വന്ന് ഭയങ്കര ഓയിലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു സ്കിന്നാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ, നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ പിമ്പിൾസ് വന്നു പോയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് നിങ്ങളുടെ ഫേസിൽ ഒരുപാടുണ്ട്. നമ്മൾ ചിലരുടെ ഫേസ് കണ്ടിട്ടില്ലേ, ഫുൾ ഇങ്ങനെ മൊത്തത്തിൽ ഡാർക്ക് സ്പോട്ട്സ്, അത് മേ ബി അവർക്ക് പിമ്പിൾസ് പണ്ട് ഉണ്ടായിട്ടുണ്ടാവും, അത് പോയിട്ടുള്ള ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ സ്കിന്നിലുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ രണ്ടും കൂടി, അതായത് വൈറ്റമിൻ സി സിറം, നിയാസിനമൈഡ് സിറം, ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് അടുപ്പിച്ചടുപ്പിച്ച് യൂസ് ചെയ്യരുത്. അതായത് വൈറ്റമിൻ സി സിറം ഇട്ട് അതിന് തൊട്ട് പിന്നാലെ തന്നെ നിയാസിനമൈഡ് ഇടുക, അല്ലെങ്കിൽ നിയാസിനമൈഡ് ഇട്ട് അതിന് തൊട്ട് പുറകെ തന്നെ വൈറ്റമിൻ സി സിറം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കത്തുള്ളൂ. ഒരിക്കലും രണ്ടും ആന്റി ഓക്സിഡന്റ് ആണ്, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് അത് നേരെ വിപരീത ഫലമായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, രാവിലെ നിങ്ങൾക്ക് നിയാസിനമൈഡ് സിറം അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫേസിൽ, എന്നിട്ട് നൈറ്റിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
അടുത്ത സിറമാണ് റെറ്റിനോൾ സിറം. റെറ്റിനോൾ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ റിങ്കിൾസ് ഉണ്ട്, അതുപോലെ ഫൈൻ ലൈൻസ് ഉണ്ട്, പിന്നെ ഏജിങ്ങിന്റെ ഓരോതായിട്ട് നമ്മൾ വയസ്സാവുന്നതിനനുസരിച്ചിട്ടൊക്കെ നമ്മുടെ ഫേസിൽ ചുളിവും കാര്യങ്ങളൊക്കെ വരും, റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിറമാണ് റെറ്റിനോൾ സിറം എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ ഒന്ന് പ്ലംപി ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഈ ഒരു സിറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ കൊളാജൻ നമ്മുടെ സ്കിൻ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൊളാജൻ എന്ന് പറയുന്നത് ഏജിങ് ആവുന്നതിനനുസരിച്ച്, നമുക്ക് വയസ്സാവുന്നതിനനുസരിച്ച് നോർമലി എല്ലാവരുടെ ബോഡിയിൽ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. അത് കുറഞ്ഞു വരും നമ്മൾ വയസ്സാവുന്നതിനനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഏജ് ആവുന്നതിനനുസരിച്ച് ഈ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏജിങ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ, നമ്മുടെ ഫേസിൽ ഇങ്ങനെ വളരെ ഏജ് ആയി പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സിനും അതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മെയിൻ ആയിട്ട് കൊളാജൻ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഏജിങ്ങിന്റെ സൈൻസ് ആയിട്ടുള്ള റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റെറ്റിനോൾ സിറംസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കോജിക് ആസിഡ് സിറം. ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ കോജിക് ആസിഡ് സിറം എന്ന് കേട്ട് ഇങ്ങനെ ചോദിക്കാനും അല്ലെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സിറമാണ് കോജിക് ആസിഡ് സിറം. അപ്പൊ മെയിൻ ആയിട്ട് കോജിക് ആസിഡ് സിറം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് തരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സിറമാണ് കോജിക് ആസിഡ് സിറം. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻ ആയിട്ട് ബ്രൈറ്റൻ ആക്കും, നമ്മുടെ സ്കിന്നിന്റെ ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റി, അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് മാറ്റി, പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. കോജിക് ആസിഡ് സിറം മെയിൻ ആയിട്ട് ഡെർമാക്കോന്റെ ഒക്കെ കോജിക് ആസിഡ് സിറം ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിറംസ്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സിറംസിനെ കുറിച്ചിട്ടൊക്കെ ഞാനിതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് നിങ്ങളുടെ സിറം സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഞാൻ നോക്കിയ സമയത്ത് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവാം. ഓക്കെ, താങ്ക് യു ഓൾ.